ഹായ് ഹലോ, ഞാൻ നിത്യ പ്രവീൺ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം പറഞ്ഞായിരുന്നു, പണി കൊടുക്കാനും വേടിക്കാനും അറിയുന്ന ചില ആൾക്കാരോട് എൻ്റെ കുടുംബത്തിലുണ്ട്, കുറേശ്ശെ പേരെ കൊണ്ടുവന്ന് പറയാന്ന്. തുടങ്ങട്ടെ. എൻ്റെ അമ്മൂമ്മയ്ക്ക് 10 മക്കളാണ്. 10 മക്കളിൽ 10ാമത്തെ ആളാ എൻ്റെ അച്ഛൻ. ആരോഗ്യപരമായ പുള്ളി ഇച്ചിരി പിന്നോക്കം ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മ എപ്പോഴും പറയായിരുന്നു, എൻ്റെ കുഞ്ഞൊരശുവാ, എൻ്റെ കുഞ്ഞൊരശുവാന്ന്. ഇങ്ങനെ അശ്വാന്ന് പറഞ്ഞ് ഇപ്പൊ ഏതാണ്ട് 10-62 വയസ്സായിട്ടും ശിശുക്കളുടെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശിശുക്കളുടെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടേ അമ്മൂമ്മ 10-30 വയസ്സായപ്പോഴത്തേക്ക് അച്ഛനെ പിടിച്ചങ്ങ് പെണ്ണ് കെട്ടിച്ചു. പക്ഷേ വീട്ടിൽ ശിശുക്കളുടെ എണ്ണം കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, അല്പ അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും ആള് വക്ക ഡീസൻ്റാ. എൻ്റെ അച്ഛനെ അല്പം കഷണ്ടി തലേന്ന് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയും, നിന്നെയൊക്കെ വളർത്തിയിട്ടാടി ഞാൻ കഷണ്ടി ആയതെന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ 2 മക്കളെ വളർത്തിയപ്പോഴത്തേക്ക് പുള്ളി കഷണ്ടി ആയെങ്കിൽ ഈ പുള്ളിയുടെ അച്ഛനൊക്കെ 10 മക്കളെ വളർത്തിയിട്ടും തല പോലും കാണണ്ടല്ലോ എന്നാ. എൻ്റെ അച്ഛനും മൂത്തപ്പച്ചിയും തമ്മിൽ ഭയങ്കര കൂട്ട് കേട്ടാ. അച്ഛൻ ഒരു ദിവസം പോലും അപ്പച്ചിയെയും അപ്പച്ചിക്ക് ഒരു ദിവസം പോലും അച്ഛനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പച്ചി എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരും. നാത്തൂനെ ചായ എന്ന് പറയുന്നതിന് പകരം നാത്തൂനെ മുറുക്കാനെ എന്നും പറഞ്ഞോണ്ടാ വരുന്നേ. അപ്പച്ചി വീട്ടിലോട്ട് വരുമ്പോഴേ അച്ഛൻ വിളിച്ച് അടുത്തങ്ങിരുത്തും, ഈ ചേച്ചി വെറ്റ 2 മതിയോ, അടയ്ക്ക് ഒന്നുകൂടെ എടുക്കട്ടെ, പൊയില ലേശേ ഉള്ളു കേട്ടോ എന്നും പറഞ്ഞ് എന്നാ സ്നേഹമാ. പക്ഷേ ഈ വരവ് രാത്രി 8 മണി കഴിഞ്ഞിട്ടൊന്ന് വന്നു നോക്കട്ടെ, ഉണ്ടായിട്ട് അപ്പച്ചി ഓടും. എന്താന്നല്ലയോ, അച്ഛൻ ഇനി പണിയൊക്കെ കഴിഞ്ഞ് 2 അടിച്ചിട്ടൊക്കെ വരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അച്ഛൻ വലിയ വെള്ളം അടിയനാന്ന്. ഒന്നുമല്ല, 60 രൂപയുടെ അരി ഇഷ്ടം. അതടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ആരാണ് പുള്ളിക്ക് പോലും അറിയത്തില്ല, വീട് ഏതാന്ന് പോലും അറിയത്തില്ല. ഇല്ല, കോഴി കിടന്ന് കറങ്ങുന്നത് പോലെ ആ റോഡിൽ കിടന്ന് കറങ്ങും. ഏതെങ്കിലും ഒരു ഓട്ടോക്കാരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാലോ വേണ്ട വില്ലിച്ചൊരു നിപ്പ. എന്നിട്ട് സ്വന്തം നിഴലിനെ നോക്കി ചോദിക്കും, ആരടാ നീയെന്ന്. ഇത് കേട്ട ഞങ്ങളുടെ അമ്മൂമ്മ അകത്തിരുന്നോണ്ട് പറയും, ചത്തുപോയ നിന്റെ അച്ഛനാടാന്ന്. ആ പാവക്കൈ അല്ലയോ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നേയിരിക്കുന്നു. പിന്നെ അമ്മൂമ്മ മിണ്ടൂല പേടിച്ചിട്ട്. ഈ വില്ലിപ്പ മാറണമെന്നുണ്ടെങ്കിൽ ഈ അടിച്ച സാധനത്തിന്റെ കെട്ടുവിടണം. പിറ്റേന്ന് രാവിലെ അപ്പച്ചിയെ വിളിച്ചിട്ട് ചോദിക്കും, ഇച്ചേച്ചിയെ വരുന്നില്ലയോ മുറുക്കണ്ടേന്ന്. അപ്പച്ചി നല്ല പടക്കം തെറി വിളിക്കും. ഈ മുറുക്കാനെന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ അമ്മൂമ്മ എല്ലാരെയും മുറുക്കാൻ പഠിപ്പിച്ചേ. അമ്മൂമ്മയ്ക്ക് രാവിലത്തെ കട്ടൻ ചായ കിട്ടിയില്ലേലും കുഴപ്പമില്ല, പക്ഷേ മുറുക്കാൻ അത് നിർബന്ധമുള്ള കാര്യം കേട്ടോ എന്ന് വിചാരിച്ച അമ്മൂമ്മ പൈസ കൊടുത്ത് മുറുക്കാനൊന്നും മേടിക്കൂല. പടിഞ്ഞാറ്റ എൻ്റെ വല്ലിച്ചൻ വെറ്റെടുക്കുമെന്ന് പറയുമ്പോഴേ ഒരു 50 പൈസ കവറും കൊണ്ട് ഒറ്റ ഓട്ടോ. ആ ഓട്ടം കണ്ടാലറിയാം ഒരു 18-19, അതിനപ്പുറം പോകത്തില്ല. അതുപോലെ തന്നെ വല്ലോൻ്റെ പറമ്പിൽ പോയി അടയ്ക്ക പറക്കും. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പുകയില ഉൽപ്പന്നം ഇല്ലാത്തത് കൊണ്ട് മാത്രം അമ്മൂമ്മ പുകയില കടയിൽ നിന്ന് മേടിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചുണ്ണാമ്പൂന്ന്. ഈ പുകയില മേടിക്കുമ്പോഴേ കടയിൽ ചെന്നിട്ട് ഒരു ഇച്ചിരി ചുണ്ണാമ്പ് തോണ്ടി എടുത്തിങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായത്. അമ്മൂമ്മ പാക്ക് വറക്കുന്ന സൈറ്റിൽ കയറി നമ്മുടെ രായമാമൻ പാക്ക് വറക്കുന്നെന്ന്. രായമാമൻ 6 മണിക്ക് വരുമെങ്കിൽ ഞങ്ങളുടെ അമ്മൂമ്മ 5 മണിക്കേ പോകും. കണ്ടു പോലും ഇല്ല പോലും കൈ കിട്ടുന്ന മൊത്തം പറക്കി വീട്ടിൽ കൊണ്ടുവരും. ഇത് നോക്കിയിട്ട് എൻ്റെ അച്ഛൻ ചോദിച്ചു, അമ്മ ഈ കറുത്ത സാധനം എന്തോന്നമ്മ? മക്കളെ അത് കൊട്ടപ്പാക്കടാന്ന്. കൊട്ടപ്പാക്കല്ല തള്ള, ഇത് പട്ടിക്കാട്ടാവത്. ഈ പട്ടിക്കാട്ടം എല്ലാം കൂടെ വാരി പുള്ളിക്കാരി വെളിയിൽ ഒരു ഒറ്റ ഏറ്. നേരെ ഞങ്ങളുടെ വിജയമാമൻ കയറി വരുമായിരുന്നു. എൻ്റെ അപ്പച്ചിയുടെ പിണങ്ങി പോയിട്ട് ഒത്തുതീർപ്പിന് വിളിച്ച വിജയമാമിനെ പട്ടിക്കാട്ടം വാരി എറിഞ്ഞ് അപമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് വിജയമാമൻ വീണ്ടും നാട്ടിടെ പിണങ്ങി പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ബസ്സിലാണ് വരുന്നത്. അമ്മൂമ്മ ബസ്സിൽ ഇരുന്നങ്ങ് മുറുക്കി പുറത്തോട്ട് ഒറ്റ തുപ്പ. നേരെ വന്ന ബൈക്കാരൻ്റെ ഉടുപ്പിൽ. ഇവനാണെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി അങ്ങോട്ട് നിർത്തിട്ടെ ബസ്സിലോട്ട് ചാടി അങ്ങ് കയറി. അപ്പോഴത്തേക്ക് അമ്മൂമ്മ ട്യൂണങ്ങ് മാറ്റി നൈസായിട്ട് സെന്റിമെന്റ്സ് ഇറക്കി. ദാണ്ടേ മോനെ, നിനക്കെന്റെ കൊച്ചുമോന്റെ പ്രായമില്ല കേട്ടോന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ. ഷർട്ടി തുപ്പിയതോ പോട്ടെ, ഇപ്പൊ നാണ്ടടെ ചെള്ളയ്ക്ക് ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ചേച്ചിക്ക് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് കേട്ടാ.
നമ്മളങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയി 3ാമത്തെ നിലയിന്ന് വീട്ടിൽ നിന്ന് മുറുക്കി മിറ്റത്തോട്ട് തുപ്പുന്നോണം ഒറ്റ തുപ്പ്. അതിന്റെ ഓണർ നിന്ന് കാറ് കഴുകുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം അവര് വീട് മാറിയെന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ അമ്മൂമ്മ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അമ്മൂമ്മ ഒരു ഒറ്റ തീരുമാനം എടുത്ത്, ഇനി അമ്മൂമ്മ മുറുക്കൂലെന്ന്. ഞാൻ ചോദിച്ചു, അമ്മൂമ്മ ഇനി മുറുക്കൂലേ? ഇല്ല അമ്മച്ചാണ് അമ്മൂമ്മ മുറുക്കൂലെന്ന്. എങ്കിൽ ഇതെല്ലാം വാരി കളഞ്ഞേക്കട്ടെ. അപ്പൊ എൻ്റെ അമ്മ ഇപ്പുറത്ത് നിന്നുണ്ട്, ഓ കളയൊന്നും വേണ്ടടി, ഏതെങ്കിലും പാവത്തിങ്ങൾക്ക് കൊടുക്കാന്ന്. ഇവര് നശിച്ചതാ പോരാ, ഇനി മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കണം. ഞാൻ പറഞ്ഞ്, അമ്മ ഈ പുകയിലേക്കകത്ത് ക്യാൻസർ ഉണ്ട്, ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്. അപ്പൊ അമ്മൂമ്മ വെച്ച്, മക്കളെ ശരിക്കും വരുവോടി? വരും. എങ്കിൽ അത് കളയണ്ട, മേലല്ലേ ജഗദമ്മയ്ക്ക് കൊടുത്തേക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ പറയുക, അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ടെന്ന്. ഈ ജഗദമ്മ അമ്മൂമ്മയുടെ കൂടെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താ കാര്യമെന്നറിയാവോ? പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടും TV ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ മേലെ വീട്ടിൽ പോയാൽ TV ആണെന്നേ. ഞങ്ങളിങ്ങ് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഒടുക്കലത്തെ സ്നേഹം. ഞങ്ങളെ കണ്ടോടനെ ഉള്ള കസാര എല്ലാം പറക്കി അടുക്കള കൊണ്ടിടും. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല, നമ്മൾ തറയിൽ ഇരുന്ന് TV കാണും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരുവോടെ, മക്കളെ TV ചൂടാ, എല്ലാരും പൊക്കോ പിന്നെ വന്നാൽ മതിയെന്ന്. സത്യം പറയാലേട്ടാ, അന്ന് ദൈവത്തിനോട് ഞങ്ങൾ ഒരു കാര്യം മാത്രമേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ, എന്റെ പൊന്ന് ദൈവമേ, ഞങ്ങൾക്ക് കറണ്ട് കിട്ടി ഒരു TV മേടിക്കുന്നത് വരെ ഈ പണ്ടാരം തള്ളക്ക് ആയുസ് കൊടുക്കണേന്ന്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ലല്ലോ ഏട്ടോ. അവരെ കാലം കൊണ്ടുപോയി. പക്ഷേ പ്രതികാരം നമ്മൾ അവരുടെ മോൻ രവീന്ദ്ര മാമനോട് തീർത്ത്. എങ്ങനാണെന്നറിയാവോ? പണ്ടൊക്കെ എന്ന് പറയുമ്പം ഈ ബാത്റൂം നമ്മുടെ വീട്ടിലില്ല. നമ്മളെല്ലാവരും പറമ്പിലാണ് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് ഞങ്ങളുടെ അമ്മൂമ്മയാ. അമ്മൂമ്മയ്ക്ക് ഇരുട്ട് പേടിയായത് കൊണ്ട് തന്നെ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ ചെന്നവിടെ കുത്തി ഇരിക്കുമ്പോഴാ കാണുന്നത് ചുറ്റും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരും. ഈ രവീന്ദ്ര മാമ ആ ദിവസം പുല്ല് പറിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ കൂടെ. പുള്ളിയാണെങ്കിൽ ചെരുപ്പിടൂല, പുള്ളിക്ക് മണ്ണി ചവിട്ടി നടക്കണമെന്ന്. ഈ പുല്ല് പറിച്ച് തിരിച്ചു പോയ രവീന്ദ്രമാമന്റെ കാലയിലുണ്ടടെ ഒരു മഞ്ഞ ബൂട്ട്. പിന്നാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഇതുവരെ മണ്ണിലല്ല ചവിട്ടി നടന്നേന്നുള്ളത്. ഇതും കണ്ട് വീട്ടിൽ ചെന്നപ്പോ രവീന്ദ്രമാമന്റെ ഭാര്യ, ഇതെന്തോന്നവാ ഇത് താഴെക്കാരുടെ സംഭാവനയാണെന്ന്. എനിക്കതല്ലേട്ടാ, ഇത്രയും പേരുടെ സംഭാവനയും കൂടെ ഇങ്ങേരുടെ ഈ 2 കാലിലെ സമ്മതിക്കണം. ഇതറിഞ്ഞ രവീന്ദ്രമാമന്റെ ഭാര്യ എന്തോ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ പടക്കം തെറി വിളിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ പറമ്പിൽ കിടന്ന് നമ്മുടെ സാധനം ഇങ്ങേരുടെ കാലെ പറ്റിച്ച് വീട്ടിൽ പോയിട്ട് നമ്മളെ തെറി വിളിക്കുന്നു. ഇതിലെന്തോന്ന് ന്യായമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ അമ്മൂമ്മ ഇറങ്ങിയെന്ന് നല്ല പടക്കം തെറി വിളിച്ചു. പക്ഷെ ജയിക്കാൻ പറ്റിയില്ല ഏട്ടാ. അമ്മൂമ്മ പിന്നെ അപ്പച്ചയും കൂടെ കൂട്ടി. അങ്ങനെ 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം ഈ മഞ്ഞ ബൂട്ടും തെറിയും അവർക്ക് കപ്പ് നമുക്ക് കിട്ടിയേട്ടാ. അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അമ്മൂമ്മ എൻ്റെ അപ്പച്ചയും കൊണ്ട് ഞാൻ വരാം. 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം കപ്പ് രമേശ് ചേട്ടനുള്ളതാണ്. നിത്യ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിത്യ ബേസിക്കലി കുറച്ച് സൈലന്റ് ആണ് ആള്, പക്ഷേ പെർഫോമൻസ് തുടങ്ങുമ്പോഴേക്കും ആള് വേറെ ലെവലിലാകുന്നുണ്ടായിരുന്നു. നല്ലൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കേട്ടാ. നിത്യ ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. നിത്യയുടെ മുറുക്കുന്ന അമ്മൂമ്മേനെ അങ്ങ് പിടിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു സെറ്റ് ഓഫ് ജോക്സ് ആയിരുന്നു. വാലെ കെട്ടി ഒന്നും കളയാനില്ലാത്ത വിറ്റുകളായിരുന്നു. ഈ തെറി പറയുന്ന അമ്മാവനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര തെറി പറയുന്ന ഒരു അനിൽ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ മിലിറ്ററിയിൽ കിട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എന്തോ ഞങ്ങളവിടെ അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അവർ ഭയങ്കര ഗൺ ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ത്യൻ മിലിറ്ററി ഒന്ന് പുറകോട്ട് വന്നു എന്നൊക്കെയും പറഞ്ഞപ്പോൾ കേട്ടോണ്ട് കൂട്ടുകാരും പറയാ, അത് ഈ തോക്കെടുത്തുള്ള വെടിവെപ്പായോണ്ടാ, തെറിവിളിയായിരുന്നെങ്കിൽ നീ വിളിച്ചാൽ മതി, അവർ ഓടിപ്പോയേനെ. അത്രയും തെറി പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ TV ചൂടായി ഓടിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ രസകരമായി. കാരണം അതിനകത്തൊരു ചെറിയ കാര്യമുള്ളത്, ഈ കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഈ ലോകത്ത് 99.9% സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പം ലോസ് വരും.
നമുക്ക് അതേ അളവിൽ അപ്പുറത്ത് എത്തിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് എടുത്തോ, ടി വി എടുത്തോ, ഫാൻ എടുത്തോ, ലാപ്ടോപ്പ് എടുത്തോ, മൊബൈൽ എടുത്തോ, ചൂടാവും. ഈ വസ്തു ചൂടാവും. ഈ ചൂടാകുന്നതിന് വേണ്ടി കറണ്ട് കുറച്ച് വേസ്റ്റ് ആവും. എപ്പോഴും ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കുറച്ച് ചൂടാവുകയും അങ്ങനെ കുറച്ച് കറണ്ട് നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും. എപ്പോഴും ലൈൻകമ്പി വഴി പോയാൽ പോലും ഇവിടുന്ന് വിട്ടത്ര അങ്ങറ്റത്ത് വരില്ല, കുറച്ച് അതിൻ്റെ ഫ്രിക്ഷനിൽ പോവും. ആകെപ്പാടെ ഉപയോഗിക്കുന്ന കറണ്ട് പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്നത് കോയിൽ ഹീറ്ററിൽ മാത്രമാണ്. കാരണം ഹീറ്റർ ചൂടാവുകയാണല്ലോ, നഷ്ടമില്ല, അത് ലാഭത്തിലേക്ക് വരും, അല്ലെങ്കിൽ പോകും. പിന്നെ ഈ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇരുന്ന കഥ പറഞ്ഞല്ലോ, ഒരു പരിപാടി സ്ഥലത്ത് ഒരിക്കൽ ചെന്ന് കഴിഞ്ഞപ്പം യാത്രയാണ്, ഡെയിലി രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വരണം, കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് തോന്നിയ സമയത്തൊക്കെ തിന്നുന്നു. അപ്പം ഈ ഒരു വിളി എപ്പോഴാണ് വരുന്നതെന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്കങ്ങനെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ തെറ്റിയിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വല്ല ഫുഡ് പോയ്സണൊക്കെ വന്നാൽ അത് വേറെ പരിപാടിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരാൾ ഇറങ്ങിയില്ലേ പ്രശ്നമാണ്. അങ്ങനെ ഒരു പരിപാടി സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഹമീദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിന് കലശലായ വിളി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഉത്സവപ്പറമ്പാണ്, അവിടെ ഇവിടെയൊക്കെ ആള് നിൽക്കുന്നുണ്ട്, എവിടെ പോകാൻ, ഒരുപാട് ദൂരെ ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ച് സ്റ്റേജ് വരെ വരാൻ സമയമൊന്നുമില്ല. അങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ കൂടെ ഒരല്പ ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഇടവഴി കണ്ടു. പുള്ളി ആ ഇടവഴിയെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉത്സവമായതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ട്യൂബ്ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ ദൂരം എവിടെയും എല്ലായിടത്തും ട്യൂബ്ലൈറ്റാ. പുള്ളിക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടുന്നില്ല. ദൈവകൃപ എന്നോണം കറണ്ട് പോയി. അവിടെ കറണ്ട് അങ്ങ് പോയി, ഇരുട്ട് വന്നു. ഉത്സവപ്പറമ്പിൽ ജനറേറ്റർ ഉണ്ട്. ഈ ജനറേറ്റർ ഇട്ടപ്പോൾ ആ മേജർ കുറച്ച് സ്ഥലങ്ങളിലെ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ആ നാട്ടിലെയും അല്ലാത്ത ട്യൂബ്ലൈറ്റിൻ്റെയൊക്കെ കറണ്ട് പോയി. ഇവൻ നേരെ അകത്തോട്ട് ഓടി കിട്ടുന്നൊരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തൊട്ടാവാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി പ്രശ്നമാണ്, അറിയാലോ, ബാക്കി കുത്തിക്കേറിയ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവൻ ഇങ്ങനെ നടന്നിട്ട് കാലോണ്ട് ഇങ്ങനെ പരതി ഇലയും ചെടിയും പുല്ലും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടു കിട്ടി. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നു സ്വസ്ഥമായിട്ട്. അങ്ങനെ ഇരുന്ന് സുഖമായിട്ടിങ്ങനെ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കറണ്ട് വന്നപ്പം ഇവനൊരു വീടിന്റെ മുറ്റത്താണ് ഇരിക്കുന്നത്. ആ വീട്ടിലുള്ള ആൾക്കാർ ചൂട് കാരണം മുറ്റത്ത് കസേരയിട്ട് ഇവിടെ ഒരാളിരിക്കുന്നു, ഇവിടെ ഒരാളിരിക്കുന്നു, ഇവിടെ ഒരാളിരിക്കുന്നു. ഇവർ 5 പേര് വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ മിറ്റാതിരിക്കുമ്പം കറണ്ട് വന്നപ്പോ ഒത്ത നടുക്ക് വേറൊരുത്തും വന്നിരിക്കുന്നു. ആരുടെ ഇവന്ന് ചോദിച്ചു. ഇവനെ എല്ലാരും കൂടെ ഓടിച്ച് ഇവൻ ഓടി സ്റ്റേജിന്റെ ബാക്കി വന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് നിത്യ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിത്യ ഇതിന് വേണ്ടിയിട്ട്, ഇത് ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു? എങ്ങനെ ഇത് എഴുതിയെടുക്കാൻ വേണ്ടിട്ടോ? മൊത്തത്തിൽ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നിത്യ എത്ര സമയം ചെലവഴിച്ചു? ഇന്നലെ ഒരു ദിവസം എടുത്തോളൂ. സീരിയസ്ലി? ശരിക്കും? അപ്പൊ നിത്യ എക്സ്ട്രീംലി ഒരു എന്താ പറയാ, ഏറ്റവും കഴിവുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതിഗംഭീരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രസൻറ്ററും കൂടിയാണ് എന്നുള്ളത് ഒരു ഇരട്ടി പ്രാവശ്യം എനിക്ക് പറയേണ്ടി വരും. ഞാൻ നിത്യനെ കണ്ടിട്ടുള്ളത് വളരെ സൈലന്റ് ആയിട്ട്, വളരെ ക്യൂട്ടായിട്ട്, എല്ലാവരോടും ചിരിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. നിത്യയുടെ ഇതിന് മുമ്പത്തെ പെർഫോമൻസസ് കാണുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് എക്സ്ട്രീംലി എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു നിത്യയുടെ ഭാഗത്തു നിന്ന്. വളരെ അതിന് വേണ്ടിയിട്ട് അതാ ഞാൻ ചോദിച്ചത് എത്ര സമയം എടുത്തു എന്നുള്ളത്. അപ്പൊ ഒരു ദിവസമൊക്കെ മതി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതില് ഇവിടുത്തെ ഗ്രൂമറായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും ഇവിടുത്തെ ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയല്ല, പക്ഷെ ഇന്നത്തെ പെർഫോമൻസിന് ഒരു എക്സ്ട്രാ ഡബിൾ എഫേർട്ട് ഉള്ളത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെ, ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പം ഇത് സാധ്യമാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നി. കാരണം ആളെ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ കിട്ടിയ ആളുകളെ പിന്നീട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും ഒക്കെ തയ്യാറാക്കുന്നതിൽ നമ്മളുടെ ഒരു ഗ്രൂമിങ് ടീം ഹെഡ് പ്രത്യേകിച്ച് പറഞ്ഞാൽ രതീഷ് കാരക്കാട് എന്ന് പറയുന്ന കലാകാരൻ ഈ അണിയറയിൽ നടത്തുന്ന സേവനം വളരെ വളരെ വലുതാണ്. അത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു നിത്യ. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു മാല കോർത്തതുപോലെ ഇപ്പോൾ കോമഡി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കല നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനൊരു ഫ്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും.
ആ ഫ്ലോ ഉണ്ടാവും, മിക്കതിനും ഒരു 80%-നും അതുണ്ടാവും. പക്ഷേ അതിലൊരു 10% ഒക്കെയാണ് വളരെ എസ്തറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. കോമഡി പറയുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോ, നല്ല ഭംഗിയായിട്ട് കോർത്തൊരു മാല പോലെ നല്ല നല്ല തമാശകൾ കൊണ്ട് ഞങ്ങളെ അധികം ഒരുപാട് ചിരിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഇതുപോലെ ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടാവട്ടെ നിത്യയുടെ ഭാഗത്ത്. നിത്യ എന്തോ നിത്യമായിട്ട് നിലനിൽക്കട്ടെ. പേര് തന്നെ നിത്യ എന്നാണ്. ഒരുപാട് കാലം ഇതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കഥകളുമായിട്ട് വന്ന് ഞങ്ങളെയൊക്കെ രസിപ്പിക്കുക. പിന്നെ ആ വണ്ടിയിലിരുന്നിട്ട് ഈ തുപ്പിയ കഥ പറഞ്ഞില്ലേ, ഇതുപോലെ എൻ്റെ പെങ്ങടെ മോളെയും കൊണ്ട് അവിടെ പെങ്ങടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് വെക്കേഷന്. അപ്പം പെങ്ങൾ പറഞ്ഞു വിട്ടു എൻ്റെ അടുത്ത്, ഇവള് ഛർദ്ദിക്കും, അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ ഈ ഡോറിൻ്റെ സൈഡിൽ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തി മുഖം ഇങ്ങനെ പിടിച്ചേക്കാം. ഇവള് പറഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബസ് സ്റ്റോപ്പ് എത്താറായി. ബസ് സ്റ്റോപ്പ് എനിക്ക് സമാധാനമായി, കാരണം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറച്ചിക്കറിയൊക്കെ കഴിച്ചേക്കണം, ബിരിയാണിയൊക്കെയാണ്. അവിടെ സ്റ്റോപ്പിൽ എത്താറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിനെ പയ്യെ എഴുന്നേക്കാം കൊണ്ട് ഇവിടെ തോണ്ടി ഞാനിങ്ങനെ എഴുന്നേക്കാൻ പോകലും ഇവളൊരൊറ്റ വാള് പുറകിലിരുന്നേച്ച ഒരു അച്ഛൻ്റെ ലോഹ മഞ്ഞ കളർ സത്യമായിട്ട് നടന്നതാ, ഞാനത് അനുഭവിച്ചതാ. ആ അച്ഛൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ അച്ഛൻ എന്ത് ചെയ്തിരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പം തന്നെ ആ കൊച്ചിനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോന്നു.